മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷ Z+ കാറ്റഗറിയിൽ നിന്നും Y കാറ്റഗറിയിലേക്ക് മാറി. അതോടെ ആനയും അമ്പാരിയും ആളും പരിവാരങ്ങളും ഒന്നും ഇനി ഉണ്ടാവില്ല. 10ലേറെ വണ്ടികളുടെ അകമ്പടി ഇനി വെറും ഒരു പൈലറ്റ് വാഹനത്തിലേക്ക് ചുരുങ്ങും. ഇനി സുരക്ഷാ ഭടന്മാരും അംഗരക്ഷകരും എന്നൊക്കെ പറയാൻ കൂടുതൽ വണ്ടിയും ആൾക്കാരൊന്നുമില്ല. 2 പേരെ മാത്രം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അഥവാ PSOമാരായി നിലനിർത്തിയിട്ടുണ്ട്. അവർ മാത്രം പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി ഇനി ഒപ്പമുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഇത് പറയാൻ കാരണം അതിലൊരാൾ സെക്യൂരിറ്റി ഓഫീസറായി CI അനിൽകുമാറാണ് വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസർ എന്നും ഗൺമാൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ ശമ്പളത്തിൽ നിർത്തിയിരുന്ന പോലീസ് ഗുണ്ടയായിരുന്നു അനിൽകുമാർ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ നെറികേടുകൾക്കും അക്രമങ്ങൾക്കും പിണറായി വിജയൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വലിയ കേസ് വന്നിട്ടും കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അതൊന്നും നടത്താതെ അനിൽകുമാറിനെ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ പുതിയ സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ആ അനിൽകുമാറിനെ ഇങ്ങനെ കൂടെ തന്നെ നിർത്തുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അയാളൊരു ഗുണ്ട തന്നെ എന്ന് പറയേണ്ടി വരും. എന്നാൽ പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് വരാൻ പോകുന്ന വലിയ നാണക്കേട് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ എന്ന് കണ്ടെത്തി തൻ്റെ സുരക്ഷാ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി വരാൻ പോകുന്നത് തന്നെയായിരിക്കും. അതിനുള്ള നടപടികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതായത് ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ അന്നുണ്ടായിരുന്ന ഈ അനിൽകുമാർ ഉൾപ്പെടെ 4 ഗൺമാൻമാർക്കെതിരെ നടപടി വരികയാണ്. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമാണ് എന്ന് പുതുതായി രൂപം കൊടുത്ത SIT റിപ്പോർട്ട് DGPക്ക് കൈമാറാൻ പോവുകയാണ്. സത്യസന്ധമായി അന്വേഷിച്ച് ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെ പിണറായിയുടെ ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. ആളുകളെ ഉപദ്രവിക്കാനല്ല ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് സംവിധാനങ്ങളും എന്നിരിക്കെ ഇത്തരത്തിൽ മർദ്ദിച്ച കാര്യം പൂഴ്ത്തിവെച്ചത് മുഖ്യമന്ത്രി ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കി എന്നായിരുന്നു SP ആയിരുന്ന ചൈത്ര തെരേസയുടെ റിപ്പോർട്ട് തന്നെ അന്ന് വന്നത്. എന്നിട്ടും ഇതെല്ലാം പൂഴ്ത്തിവെക്കാൻ കാണിച്ച മനസ്സ് ഈ ഗുണ്ടാ വിളയാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ടുണ്ടായിട്ടും ഗൺമാൻമാരായ അനിലിനെയും സന്ദീപിനെയും സംരക്ഷിച്ചു പിണറായി വിജയൻ. റിപ്പോർട്ട് നൽകിയ ശേഷം ചൈത്ര തെരേസയെ ആലപ്പുഴയിൽ നിന്നും തന്നെ മാറ്റി. അങ്ങനെ സത്യം പറഞ്ഞവരെ മാറ്റുകയും ക്രിമിനലുകളെ ഒപ്പം നിർത്തുകയും ചെയ്ത പിണറായി വിജയൻ അനുഭവിക്കാൻ പോവുകയാണ്. ഗൺമാൻമാർക്കെതിരെ FIR ഇട്ടപ്പോഴും സ്പെഷ്യൽ റിപ്പോർട്ട് DGPക്ക് നൽകിയില്ല. 2 പേരും ഇപ്പോഴും പിണറായി വിജയനോടൊപ്പം തന്നെ തുടരുകയാണ്. ഒരാളെ നാളെ മാറ്റാനും പോകുന്നു. SP ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ട് വൈകാതെ കൈമാറും. ദൃശ്യങ്ങളിൽ പോലീസിൻ്റെ തെറ്റായ നടപടികൾ വളരെ വ്യക്തമായി കണ്ടു എന്ന് SIT അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയമില്ല എന്നും SIT വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വരാൻ പോകുന്നത് 8ൻ്റെ പണി തന്നെയാണ്. മുൻ SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ടും SIT പരിശോധിച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ പഠൻ ചെയ്തത് കൃത്യനിർവഹണമല്ല, അത് തനി ഗുണ്ടായിസമാണെന്ന് ഉറപ്പായതോടെ ഇനി പോകുന്നത് സസ്പെൻഷനിലേക്കാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാകട്ടെ ഏറ്റവും നല്ല അന്വേഷണം നടത്തി ഏറ്റവും യോജിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതേ സമയത്ത് തന്നെ അങ്ങനെ ഒരു ക്രിമിനലിനെ തന്നെ വീണ്ടും സുരക്ഷാ ഓഫീസറായി നിശ്ചയിച്ച പിണറായി വിജയൻ ഇനിയും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് വലം കൈയായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പോലീസ് അനിൽകുമാർ സസ്പെൻഷനിലാകുന്നതോടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മറ്റൊരു തകർച്ചയായിരിക്കും കാണാൻ പോകുന്നത്.